ഇന്ത്യക്ക് അഭിമാനമായിക്കൊണ്ട് പുതിയൊരു ഹൈപ്പർസോണിക് മിസൈൽ കൂടെ ഉണ്ടായിരിക്കുന്നു. DRDO നിർമ്മിച്ചിട്ടുള്ള പുതിയ ഹൈപ്പർസോണിക് മിസൈലിനെ പറ്റി അല്ലെങ്കിൽ ആ ഹൈപ്പർസോണിക് മിസൈലുമായി ബന്ധപ്പെട്ട് പ്രദർശനമടക്കം നടന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. എന്താണ് DRDO നിർമ്മിച്ചിട്ടുള്ള ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ് ഇതിന്റെ പുതിയ കാര്യങ്ങൾ, സർ? വരാൻ പോകുന്ന കാലത്തെ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് ഇനി ഹൈപ്പർസോണിക് ആയുധങ്ങളായിരിക്കും. ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ശബ്ദത്തെക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്നതാണ്. അതായത് അതിന് സാങ്കേതിക ഒരു ജാർഗൺ എന്ന് പറയുന്ന മാക് 5 മേളിൽ സഞ്ചരിക്കുന്നവയായിരിക്കും ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ. ശബ്ദത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗത. ഈ മിസൈലുകളെ ഇപ്പോൾ നിലവിലുള്ള മിസൈൽ വേധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അപ്പോൾ അവ ഏതാണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത ആയുധങ്ങളാണ്. ഇങ്ങനെയുള്ള മിസൈലുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓപ്പറേഷണലായിട്ട് ഹൈപ്പർസോണിക് മിസൈലുള്ള ഒരേ ഒരു രാജ്യം റഷ്യയാണ്. ചൈനയും അമേരിക്കയും ഇത് വികസിപ്പിച്ചെടുത്തതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. ചൈന പ്രത്യേകിച്ചും ഒരുപാട് അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്ക അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ അവർ അവകാശപ്പെടുന്നുള്ളൂ. പക്ഷേ ഇന്ത്യ ഇത് വിജയകരമായിട്ട് 2 തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇന്ത്യ വിജയകരമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ഇന്നലെ ഹൈദരാബാദിൽ ഒരു പ്രദർശനത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആ മിസൈൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ്. 2 തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുണ്ട്. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയിട്ട് ഒരു പ്രദേശത്തിന് അടുത്ത് ചെല്ലുമ്പോൾ അത് താഴേക്ക് വരും കുത്തനെ. അതായത് നമ്മളൊരു കല്ല് എടുത്തെറിയുന്നത് പോലെ ഇരിക്കും. കല്ലെടുത്തെറിയുമ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിലായിരിക്കുമല്ലോ നമ്മൾ എറിയുന്നത്. എറിഞ്ഞിട്ട് അത് വേറൊരു സ്ഥലത്ത് ചെന്ന് താഴോട്ട് വീഴും. അതുപോലാണ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് അത് ശരിക്കും ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് ഉയർന്നിട്ട് പിന്നെ ഒരു വിമാനം പോലെയാണ് അത് സഞ്ചരിക്കുന്നത്. ഒരു വിമാനം പോലെ സഞ്ചരിച്ച് അത് അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ മുകളിലെത്തി അവിടെ വട്ടം കറങ്ങും. ലോയിറ്ററിങ് എന്ന് പറയും. അങ്ങനെ ലോയിറ്റർ ചെയ്തിട്ട് അവിടുന്ന് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ അത് തിരിച്ചറിയും. ഇപ്പോൾ 10 പേര് അവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന് അതിൻ്റെ യഥാർത്ഥത്തിൽ ഏത് വ്യക്തിയാണ് അതിന് കൊല്ലേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ തലയിലോട്ട് തന്നെ വന്ന് പതിക്കാൻ അതിന് പറ്റും. ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിനും ഏതാണ്ട് അതൊക്കെ തന്നെ പറ്റും. അപ്പോൾ ഇന്ത്യ ഇത് രണ്ടും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബറിൽ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണം നടത്തിയിരുന്നു. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഇന്ത്യ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം എന്നാണ് ഡിഫൻസ് വിദഗ്ധരൊക്കെ പറയുന്നത്. ഇന്നലെ പ്രദർശിപ്പിച്ച മിസൈൽ BM-04 എന്ന് തൽക്കാലം പേരിട്ടിരിക്കുന്ന ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ്. അത് സാധാരണ അഗ്നി സീരീസിൽ, അതായത് അഗ്നി 1, 2 എന്നൊക്കെ പറയുന്ന മിസൈലുകൾ പോലെ തന്നെ കുത്തനെ മുകളോട്ട് ഉയർന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് നേരെ താഴോട്ട് പതിക്കും. അപ്പോൾ ഈ മിസൈല് 2 ഘട്ടമുണ്ട്. അതിന് ഒരു മിസൈലിന്റെ പുറത്ത് വേറൊരു മിസൈൽ ഘടിപ്പിച്ചിരിക്കും. ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുമ്പം ആദ്യത്തെ മിസൈൽ അങ്ങ് എരിഞ്ഞു തീരും. രണ്ടാമത്തെ മിസൈൽ ഒരു ഗ്ലൈഡ് വെഹിക്കിൾ എന്നാണ് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഒരു പേപ്പർ വെച്ച് ഒരു പ്ലെയിൻ ഉണ്ടാക്കി അത് ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വരുന്നത് കാണാമല്ലോ. എല്ലാവരും നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോൾ പേപ്പർ കൊണ്ട് വിമാനങ്ങൾ ഉണ്ടാക്കി കളിക്കും. അപ്പോൾ അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വരും. ഗ്ലൈഡറുകൾ എന്ന് പറഞ്ഞ് മോട്ടോർ ഇല്ലാത്ത തന്നെ ചില വായുവിലൂടെ ഗ്ലൈഡറുകൾ പോകാറുണ്ട് പലപ്പോഴും. അതൊരു വിനോദമാണ്. ഈ കടപ്പുറത്ത്, അതായത് ഒരു കുന്നിന്റെ മുകളിൽ പോയിട്ട് ഒരു ഗ്ലൈഡറിൽ കയറിയിട്ട് ആൾക്കാർ വായുവിന്റെ സഹായത്തോടു കൂടി കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് താഴേക്ക് വരും. അപ്പോൾ അതുപോലുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് വഹിക്കുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ഇന്നലെ പ്രദർശിപ്പിച്ചത്. ഇത്തരം മിസൈലാണ് ചൈന വികസിപ്പിച്ചെടുത്തതായിട്ട് അവർ അവകാശപ്പെടുന്നത്. ഇതിന് ഇന്നലെ ഇന്ത്യ പ്രദർശിപ്പിച്ച മിസൈലിന് 400 മുതൽ 1500 കിലോമീറ്റർ വരെ ഓപ്പറേഷണൽ റേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ മിസൈലിന് 500 കിലോഗ്രാം വാർഹെഡ്, അതായത് പോർമുന വഹിക്കാനുള്ള ശേഷിയുണ്ട്. 500 കിലോഗ്രാം. ഇത് വളരെയധികം കൃത്യതയുള്ളതാണ്. ആ കൃത്യതയ്ക്ക് ഒരു കണക്കുണ്ട്. സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയും. അതായത് ആ മിസൈല് ഒരു ലക്ഷ്യത്തിലേക്ക് വിട്ടാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന്റെ 50 മീറ്റർ
ഉള്ളിൽ തന്നെ ആയിരിക്കും വീഴുന്നത്. ചിലപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിന്റെ പുറത്തൊന്നും വീഴണമെന്നില്ല. പക്ഷെ 50 മീറ്ററിലധികം ദൂരോട്ട് ഇത് പോകില്ല. അപ്പൊ അതാണ് ഒരു മിസൈലിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആ CEP 50 മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയുള്ള ഒരു മിസൈലിനെ അത് പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇതിൽ ഉപയോഗിക്കുന്നത് എഞ്ചിൻ എന്ന് പറയുന്നത് ജെറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എയർ ടു എയർ മിസൈലിനെ കുറിച്ച് പറഞ്ഞു. അത് റാംജെറ്റ് ആണ്. സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ്, SFDR എന്ന് പറയും. ഇത് റാംജെറ്റിന്റെ മറ്റൊരു വകഭേദമാണ്. ഇതിന് പറയുന്നത് സ്ക്രാംജെറ്റ് എന്നാണ്. ഈ റാംജെറ്റുകൾക്ക് സൂപ്പർസോണിക് വേഗത മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സൂപ്പർസോണിക്, അതായത് ശബ്ദത്തിന്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി അതിനപ്പുറം പോകില്ല. പക്ഷെ ഇത് സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത് മിനിമം ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയെങ്കിലും ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റും. മിക്കവാറും ഇത് ശബ്ദത്തിന്റെ ഒരു 10 ഇരട്ടി വേഗതയിലൊക്കെ ആയിരിക്കും. 7 തൊട്ട് 10 ഇരട്ടി വേഗതയിലാണ് ഇപ്പോഴുള്ള ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ സഞ്ചരിക്കുന്നത്. ഇത്തരം ഒരു ഹൈപ്പർസോണിക് മിസൈല് കിൻഷാൾ എന്ന് പറഞ്ഞ റഷ്യയുടെ കൈവശമുണ്ട്. റഷ്യ അത് യുക്രൈന് നേരെ പ്രയോഗിച്ചിരുന്നു. ഈ കിൻഷാൾ ഈ മിസൈലൊന്നും ആർക്കും തടുക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ മിസൈൽ വേധ സംവിധാനങ്ങൾ ഇപ്പം അമേരിക്കയുടെ പേട്രിയോട്ട് ആന്റി മിസൈൽ സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇസ്രായേലിന്റെ അയൺ ഡോം. ഈ അയൺ ഡോമിനൊന്നും തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും, അത് സംശയമൊന്നും വേണ്ട. അപ്പൊ എതിരാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പേടി സ്വപ്നമാണ്. ഈ വരുന്ന ഒരു 5 കൊല്ലത്തിന് ശേഷം ലോകത്തുണ്ടാകുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ആയുധം ഹൈപ്പർസോണിക് മിസൈലുകളാണ്. കാരണം പരമ്പരാഗത മിസൈലുകളെ ഒക്കെ തന്നെ ഇപ്പൊ ഇന്ത്യയുടെ കയ്യിൽ മിസൈൽ വേധ സംവിധാനമായ S-400 ഉണ്ട്, റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലുള്ള സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് പരമ്പരാഗത മിസൈലുകളെയൊക്കെ വലിയ രീതിയിൽ തടുത്തു നിർത്താം. നമ്മൾ കണ്ടതാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച ഏതാണ്ട് 200-300 മിസൈൽ അയച്ചപ്പം അതിൽ 1-2 എണ്ണം മാത്രമാണ് ആ മിസൈൽ ആന്റി മിസൈൽ സിസ്റ്റം ഭേദിച്ച് അവിടെ വീണത്. പക്ഷേ ഹൈപ്പർസോണിക്കിന്റെ അടുക്കെ ആ വിദ്യയൊന്നും ചെലവാകില്ല. ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ട്, അത് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ ചെന്നിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിരിക്കും. കാരണം ഇന്ത്യയുടെ അതിർത്തിയിൽ ഇപ്പൊ നമ്മൾ ജമ്മുവിൽ നിന്നും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് ഇപ്പൊ നമ്മൾ റോഡ് ഡിസ്റ്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 200 കിലോമീറ്റർ താഴെയാണ്. അതുപോലെ തന്നെ പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് ലാഹോറിലോട്ടോ അതല്ലെങ്കിൽ കറാച്ചിയിലോട്ടോ ഒക്കെ 500 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ ഇത്തരം മിസൈലുകൾ നമ്മൾ ഹൈപ്പർസോണിക് മിസൈലാണ് വിക്ഷേപിക്കുന്നതെങ്കിൽ അവര് ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ മിസൈൽ അവിടെ പതിച്ചിരിക്കും. കാരണം അവരുടെ റഡാറിൽ ഇത് ഒരു സൂചന കിട്ടുമ്പോഴേക്കും യഥാർത്ഥത്തിൽ കിട്ടി ആ റഡാറിൽ അത് പതിഞ്ഞ് അത് അവർ മനസ്സിലാക്കുമ്പോഴത്തേക്ക് ആ മിസൈൽ അവിടെ പതിച്ചിരിക്കും, നാശം ഉണ്ടാക്കിയിരിക്കും. നമ്മൾ കണ്ടതാണ് 1 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യ പോർമുന വെക്കാത്ത ഒരു ബ്രഹ്മോസ് മിസൈല് പാകിസ്ഥാനിലേക്ക് അയച്ചു. അത് അബദ്ധത്തിൽ പോയതാണെന്നാണ് ഇന്ത്യ പറഞ്ഞത്. അത് അയച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അതൊരു പരീക്ഷണമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇങ്ങനെ ബ്രഹ്മോസ് പോലത്തെ ഒരു മിസൈൽ ചെന്നാൽ പാകിസ്ഥാന് തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്ന് ഉള്ള ഒരു പരീക്ഷണമായിരുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി പാകിസ്ഥാന് അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. പക്ഷെ അത് തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലേക്ക് അല്ലായിരുന്നു, അതായത് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മനഃപൂർവ്വം അയച്ചതും അതുപോലെ തന്നെ അതിൽ ആയുധ പോർമുന ഇല്ലാത്തതുമായിരുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ബ്രഹ്മോസ് എന്ന് പറയുന്ന സൂപ്പർസോണിക് മിസൈലാണ്. അതിന്റെ വേഗത എന്ന് പറയുന്നത് മാക് 2.4 ആണ്. ശബ്ദത്തിന്റെ ഒരു 2.5 ഇരട്ടി വേഗത എന്ന് പറയാം. അപ്പൊ ശബ്ദത്തിന്റെ 2.5 ഇരട്ടി വേഗതയുള്ള ബ്രഹ്മോസിനെ പോലും ഇന്ന് തടുത്തു നിർത്താൻ പല മിസൈൽ വേധ സംവിധാനങ്ങൾക്കും പറ്റില്ല. അപ്പോൾ പിന്നെ ഹൈപ്പർസോണിക് മിസൈൽ ആയിട്ടുള്ള BM-04 തടുക്കാൻ എന്തായാലും ഇപ്പോഴുള്ള ആന്റി മിസൈൽ സിസ്റ്റത്തിനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയ നേട്ടമാണ്. കാരണം ഈ മിസൈൽ മേഖലയിൽ ഇന്ത്യ ഇന്ന് ലോകത്തില് അമേരിക്കയോടും ചൈനയോടും റഷ്യയോടും ഒപ്പമാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മളുടെ കൈവശം എല്ലാ തരത്തിലുമുള്ള മിസൈലുണ്ട്. മുമ്പേ പറഞ്ഞു ക്രൂയിസ് മിസൈലുകളെന്ന്. ക്രൂയിസ് മിസൈൽ തന്നെ 2 തരമുണ്ട്. ഇപ്പം ബ്രഹ്മോസിനെ കുറിച്ച് പറഞ്ഞാൽ അത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഇനി സബ്സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദ വേഗതയിലോ അല്ലെ അതിനേക്കാൾ താഴെ വേഗതയിലോ ഉള്ള ക്രൂയിസ് മിസൈലുണ്ട്. അപ്പോൾ ഒരു സംശയം ഉണ്ടാകാം, ഈ അങ്ങനെയുള്ള ഒരു മിസൈൽ വേധ സംവിധാനത്തിന് തടുത്തു നിർത്താൻ പറ്റുമല്ലോ.
പിന്നെ എന്താണ് അതിന്റെ പ്രസക്തി എന്ന്. അതിനൊരു പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അത്തരം മിസൈലുകൾ വളരെ ചെലവ് കുറവാണ്. ഒരു സൂപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാൻ വരുന്ന ചെലവിന്റെ ചിലപ്പോൾ ഒരു 20-1 മാത്രമേ മിസൈൽ ഉണ്ടാക്കാൻ ചെലവാക്കിയുള്ളൂ. സബ്സോണിക് മിസൈൽ ഒരു 10 എണ്ണം വേണമെങ്കിൽ നമുക്കങ്ങ് അയക്കാം, അല്ലെങ്കിൽ ഒരു 20 എണ്ണം അയക്കാം. മറ്റേതിലെ ഒരു ബ്രഹ്മോസ് അയക്കുന്നതിന് പകരം ഇന്ത്യക്ക് നിർഭയ് എന്ന് പറയും. ആ നിർഭയ് ഒരു മിസൈൽ അയച്ചാൽ അവരുടെ 20 മിസൈൽ അയക്കുന്ന ബ്രഹ്മോസ് ചെലവേ പറ്റും. സ്വാഭാവികമായിട്ടും ഈ 20 എണ്ണം അയക്കുമ്പോൾ ഇത് 2 എണ്ണം എങ്ങനെയെങ്കിലും ഈ മിസൈൽ വേദ സംവിധാനങ്ങളെ ഭേദിച്ചകത്ത് കയറും. അപ്പൊ അതാണ് സബ്സോണിക് മിസൈലുകളുടെ ഒരു പ്രസക്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രൂയിസ് മിസൈലുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തത എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ, അതായത് പിന്നെ അഗ്നി 1, അഗ്നി 2, അഗ്നി 3, അഗ്നി 4, 5 ഇങ്ങനെ വിവിധ റേഞ്ചുകളിലുള്ള മിസൈലുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ബാലിസ്റ്റിക് ക്രൂയിസ്, അതുപോലെ സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് മിസൈലുകളുടെ എല്ലാ മേഖലകളിലും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രമുഖ ശക്തികളോട്, ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഈ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത്. ഈ 2023 ഇന്ത്യ ഒരു അഗ്നി 5 മിസൈൽ വിക്ഷേപിച്ചു. ആ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ അവിടെ അത് യഥാർത്ഥത്തിൽ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആയിരുന്നു വിക്ഷേപിച്ചതെന്നാണ് ചൈന അന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ചൈനയ്ക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ചൈനീസ് ഉപഗ്രഹങ്ങൾ ഇതിന്റെ ഫോട്ടോ പല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഉപഗ്രഹങ്ങൾ വഴി എടുത്ത ഫോട്ടോ ചൈനീസ് അതോറിറ്റീസ് പോസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ചൈന പറഞ്ഞു ഈ വിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ അഗ്നി 5 അല്ല, ഇന്ത്യ അഗ്നി 5 ആണെന്ന് പറയുന്നെങ്കിലും ആ അഗ്നി 5-നോടൊപ്പം ഇന്ത്യ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ചിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചൈന അന്നേ പറയുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ശക്തി കുറച്ച് കാണിക്കുന്നതായിട്ടാണ് ചൈന ആക്ഷേപിക്കുന്നത്. അത് യാഥാർത്ഥ്യമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇന്നലെ DRDO ഈ മിസൈൽ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അവിടെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം പരീക്ഷണം പൂർത്തിയാകാതെ ഒരിക്കലും അങ്ങനെ പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡല് പ്രദർശിപ്പിക്കാനിടയില്ല. അപ്പോൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചു. ഇനി ഹൈപ്പർസോണിക് പിന്നെ ക്രൂയിസ് മിസൈൽ, ഇത് രണ്ടും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നത് സ്ക്രാംജെറ്റ് എഞ്ചിനാണ്. ഇങ്ങനെയുള്ള ഒരു മിസൈൽ സംവിധാനം നമുക്ക് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വളരെയധികം മെച്ചങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കും. ഇന്ത്യ ആക്രമിക്കുന്നതിന് മുമ്പ് ഇനി ഏത് രാജ്യത്തിനും രണ്ടാമതൊന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ കാര്യങ്ങൾ തിരിച്ചടിച്ചാൽ സ്വാഭാവികമായിട്ടും അവർക്ക് താങ്ങാൻ പറ്റുന്ന ആവില്ല. ഇതാണ് ഈ മിസൈലിന്റെ ഒരു രത്ന ചുരുക്കം. അതായത് ഇപ്പോൾ ഇന്ത്യ പ്രദർശിപ്പിച്ച മിസൈലിനെ കുറിച്ചുള്ള വിശദാംശം. ഇനിയും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യക്ക് ഈ ഒരു മിസൈലിലൂടെ, അതായത് ഈ ഹൈപ്പർസോണിക് മിസൈലിലൂടെ ഇന്ത്യയുടെ വലിയ നേട്ടം ഇന്ത്യ കൈവരിക്കുമ്പോൾ ഈ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഈ ഇന്ത്യയുടെ സ്ഥിരമായ ചില ശത്രുക്കൾ എന്ന് നമ്മൾ വിശേഷിക്കുന്ന പല രാജ്യങ്ങൾക്കും ഒരു വലിയ ഭയം തന്നെയായിരിക്കുമല്ലോ ഇനി ഉണ്ടാവുക. കാരണം ഇത്രയും മികച്ച രീതിയിൽ ഒരു സൂപ്പർസോണിക് മിസൈൽ അയക്കുമ്പോൾ പോലും തടയാൻ കഴിയാത്ത മിസൈൽ വേദ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു സ്ഥലത്ത് അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ അവരെ നിഷ്പ്രമം അത് തകർത്തു കളയും. ആ രാജ്യത്തിന്റെ പല മേഖലകളെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെയും തകർത്തു കളയും എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ആലോചിച്ച ശേഷം മാത്രമാണ് ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ വരികയുള്ളൂ എന്നത് നമുക്ക് കൃത്യമായി ഉറപ്പിക്കാം, അല്ലേ സാർ? തീർച്ചയായിട്ടും. കാരണം ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഇന്നൊരു ശത്രു അല്ല. ബംഗ്ലാദേശും ഇങ്ങനെയുള്ള മിസൈലുകൾ ഒന്നും തന്നെ ഇല്ല. പാകിസ്ഥാന് പിന്നെയും ഞാൻ ഈ പറഞ്ഞ ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലും ഒക്കെ അവരുടെ കൈവശമുണ്ട്. കാരണം അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്തുകൊണ്ട് ചൈനയുടെ സഹായത്തോടു കൂടിയാണ് അവരിതെല്ലാം ചെയ്തത്. പിന്നീട് അമേരിക്ക നൽകിയിട്ടുള്ള ചില മിസൈലുകളുണ്ട്. പക്ഷെ ബംഗ്ലാദേശിന് അത്തരം ആയുധങ്ങളൊന്നുമില്ല. ബംഗ്ലാദേശിന് ആകെപ്പാടെ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ടർക്കിയിൽ നിന്നും വാങ്ങിച്ചെടുത്ത ബൈറക്ടർ
2 എന്ന് പറയുന്ന TB2 എന്ന് പറയുന്ന ഡ്രോണുകളുണ്ട്. ആ ഡ്രോണുകൾ മാത്രമാണ് പിന്നെ ബംഗ്ലാദേശിലുള്ള. ബംഗ്ലാദേശ് നമ്മുടെ മുമ്പിൽ ഒരു ഘടകമേ അല്ല. ശരിക്കും സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക് മിസൈലും വന്നതോടുകൂടി പാകിസ്ഥാനും ഇന്ത്യക്ക് ഒരു വലിയ വെല്ലുവിളിയൊന്നുമല്ല. ഇന്ത്യയും ചൈനയും തമ്മിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മത്സരം നടക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിലില്ല. പാകിസ്ഥാൻ ഒരു പക്ഷേ ഒരു 10 വർഷം മുമ്പ് വരെ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിരുന്നു മിസൈൽ മേഖലയിൽ. ഇന്ന് പാകിസ്ഥാന് ഇന്ത്യക്ക് മിസൈൽ മേഖലയിൽ ഒരു വെല്ലുവിളിയൊന്നുമല്ല. പിന്നെ പാകിസ്ഥാന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിക്ഷേപിക്കുകയാണെങ്കിൽ ഞങ്ങളും വിക്ഷേപിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും അവർക്ക് ആ ആയുധങ്ങൾ കൊണ്ടു നടക്കുന്ന വെഹിക്കിൾസ് അവരുടെ കയ്യിലില്ല. ആ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടായാൽ പോരാ, അത് പൊക്കിയെടുത്ത് അടുത്ത രാജ്യത്ത് കൊണ്ട് ഇടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം. അവരുടെ ആന്റി മിസൈൽ സിസ്റ്റത്തിനെ ഒക്കെ തകർത്തിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പാകിസ്ഥാന് ഇന്ന് കൈവശമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയാണ് ഇന്ന് ഇന്ത്യയുടെ ശത്രു. ഇന്ത്യയും ചൈനയും തമ്മിലാണ് പരസ്പരം മത്സരിക്കുന്നത് എല്ലാ മേഖലയിലും. സ്വാഭാവികമായിട്ടും ചൈനയുടെ കൈവശം ഇതുണ്ട്, നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ പരസ്പരം നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ആയുധ മേഖല, ഡിഫൻസ് മേഖലയിലെ ഒരു യാഥാർത്ഥ്യം. ബംഗ്ലാദേശിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണ്ട. ബംഗ്ലാദേശിന് പ്രസക്തിയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ദിനങ്ങൾ കഴിയുമ്പോഴും ഇന്ത്യ പുതിയ പുതിയ നേട്ടങ്ങളിലേക്ക് പോകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരമൊരു പുതിയ ഈ ഹൈപ്പർസോണിക് മിസൈലിന്റെ ഈ ഒരു പ്രദർശനത്തിലൂടെ ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.